ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ജർമ്മനിയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വെട്ടിക്കുറയ്ക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക നീക്കം. ജർമ്മനിയിൽ വിന്യസിച്ചിരിക്കുന്ന 35,000 US സൈനികരിൽ 5,000 പേരെ ഉടനടി പിൻവലിക്കാനാണ് ട്രംപ് പെന്റഗണിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും ട്രംപും തമ്മിലുള്ള നയതന്ത്ര പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത പശ്ചാത്തലത്തിലാണ് ഈയൊരു നടപടി. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ തള്ളിപ്പറഞ്ഞതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വ്യക്തമായ പദ്ധതിയൊന്നുമില്ലെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചാൻസലർ മെർസ് പരിഹസിച്ചിരുന്നു. ചർച്ചകളിൽ ഇറാൻ അമേരിക്കയെ അപമാനിക്കുകയാണെന്നും മെർസ് വിമർശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനിയെ ശ്വാസം മുട്ടിക്കുന്ന നീക്കവുമായി ട്രംപ് രംഗത്തെത്തിയത്. മെർസ് സ്വന്തം ജോലിയിൽ പരാജയമാണെന്നും യുക്രൈൻ വിഷയത്തിൽ അദ്ദേഹം വൻ പ്രതിസന്ധിയിലാണെന്നും ട്രംപ് തിരിച്ചടിച്ചു. മെർസ് ആഗ്രഹിക്കുന്നത് ഇറാൻ ആണവായുധം കൈവശപ്പെടുത്താനാണെന്ന ക്രൂരമായ പരിഹാസവും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തൊടുത്തുവിട്ടു. ജർമ്മനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നിസ്സഹകരണപരമാണെന്ന് മുതിർന്ന പെന്റഗൺ ഉദ്യോഗസ്ഥരും തുറന്നടിക്കുന്നു. അടുത്ത 6 മുതൽ 12 മാസത്തിനുള്ളിൽ സൈനികരെ പിൻവലിക്കാനാണ് ലക്ഷ്യം. 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ജോ ബൈഡൻ വർദ്ധിപ്പിച്ച സൈനികരെയാണ് ഇപ്പോൾ ട്രംപ് തിരിച്ചു വിളിക്കുന്നത്. സ്വന്തം സുരക്ഷാ ഉത്തരവാദിത്തം യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ പഴയ നയമാണിതെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും സഖ്യകക്ഷികൾക്കുള്ള തിരിച്ചടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാത്ത മറ്റ് നാറ്റോ രാജ്യങ്ങളെയും പെന്റഗൺ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. സ്പെയിനെ നാറ്റോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതും ഫോക്ലാൻഡ് ദ്വീപ് വിഷയത്തിൽ ബ്രിട്ടനെതിരെ തിരിയുന്നതും അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹോർമോസ് കടലിടുക്കിലെ എണ്ണക്കടത്ത് തടസ്സപ്പെട്ടിട്ടും നാവികസേനയെ അയച്ച് സഹായിക്കാത്ത ജർമ്മനിയെയും മറ്റ് സഖ്യകക്ഷികളെയും ട്രംപ് രൂക്ഷമായി കുറ്റപ്പെടുത്തി. ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടതോടെ ആഗോള വിപണി വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഫെബ്രുവരി 28 ഇറാനെതിരായ ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് അമേരിക്കയോ ഇസ്രായേലോ തങ്ങളോട് കൂടിയാലോചിച്ചിട്ടില്ലെന്ന് മെർസ് നേരത്തെ ആരോപിച്ചിരുന്നു. യുദ്ധം കാര്യങ്ങൾ വഷളാക്കുമെന്ന് ട്രംപിനെ നേരിട്ട് അറിയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിലെ US സൈനിക ആശുപത്രി അടക്കമുള്ള സംവിധാനങ്ങൾ US യുദ്ധനീക്കങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് ജർമ്മനിയുടെ പ്രതിരോധ ശേഷിയെയും അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ട്രാൻസ് അറ്റ്ലാന്റിക് സഖ്യത്തിൽ വീണ ഈ വിള്ളൽ വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.